യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. നമുക്ക് ഈ ധാരണയുണ്ടായിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ദേവാലയം നമ്മുടെ പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ സമയത്ത് ദേവാലയത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് നേർച്ച കൊടുത്ത് കൈക്കൂലി കൊടുത്ത് മയക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പം ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. പലപ്പോഴും നമുക്ക് ആ ചോദ്യത്തിന് ലജ്ജാകരമായി മാത്രം നിൽക്കുവാനായിട്ടാണ് അവസരമുണ്ടാകുന്നത്. എന്നാൽ യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന നിശ്ചയമായ ഒരു ഉറപ്പ് ഭക്തൻ ഇവിടെ വരുമ്പോൾ ഉണ്ടാകണം. അങ്ങനെ ഉറപ്പുള്ളവന് മാത്രം ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടം ദേവാലയം. ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് ഉറപ്പായി വിശ്വസിക്കുന്നവന് മാത്രം ഉത്തരം ലഭിക്കുന്ന ഒരു ഇടത്തിന്റെ പേരാണ് ദേവാലയം. അതുകൊണ്ട് ഇവിടെ വരുമ്പം ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം, എൻ്റെ കണ്ണുനീര് കാണുന്ന, എൻ്റെ ദുഃഖത്തെ മറികടക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ ബോധത്തോട് ചേർന്ന് ചരിത്രത്തിൽ നിന്ന്, ഞാനൊരു ചരിത്ര പഠിതാവാണ്, അതുകൊണ്ട് എനിക്കിഷ്ടം ചരിത്രത്തിൽ പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കാനാണ്. അതുകൊണ്ട് ഒന്ന് രണ്ട് സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചു കൊള്ളാം. യഹോവ എനിക്കായി ഇറങ്ങി വന്നു. എന്തിനൊക്കെയാ? ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനോഹരമായൊരു രംഗം കാണുന്നുണ്ട്. മരുഭൂമിയിൽ നീരുറവകളെ തുറക്കേണ്ടതിന് യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. അച്ഛൻ സ്ത്രീകളെ കുറിച്ച് പ്രസംഗിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആരും എനിക്കെതിരെ വാട്സപ്പിൽ നാളെ ആരോപണം ഉയർത്തരുത്. കാരണം പറയാൻ പേടിയാ. ലേഡീസ് ഫസ്റ്റ് എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് ആരംഭിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. മരുഭൂമിയിൽ യഹോവ നീരുറവകളെ തുറക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു. ആർക്കാണെന്ന് പറയാമോ? വേദപുസ്തകത്തിൽ പേര് വളരെ ശക്തമായിട്ട് പറയാൻ കഴിവില്ലാതിരുന്ന എ ട്രിപ്ലി ഒപ്രസ്ഡ് വുമൺ, സ്ലേവ് വുമൺ. ആരാണ്? ഹാഗാർ. അവൾ അറിയപ്പെട്ടത് അത്രയും ഹാഗാർ എന്ന ഒറ്റ ടൈറ്റിലല്ല, മറിച്ച് സാറായുടെ ദാസിയായ ഹാഗാർ, എ ഇൽ ട്രീറ്റഡ് സ്ലേവ് ഗേൾ. അവളെ ആരും സ്നേഹിച്ചിരുന്നില്ല, അവൾ ആരാലും സ്നേഹിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് വേദപുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. രണ്ട് ഓടിപ്പോക്ക് നടത്തിയവളാണ് ആര്? ഹാഗാർ. ഹാഗാറിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി എന്താണ്? ദാസിയായിരുന്നു. അവളുടെ യജമാനത്തി ഗർഭം വഹിക്കുവാൻ വഹിയാതിരുന്നപ്പം യജമാനത്തിയുടെ ആജ്ഞയ്ക്ക് ശിരസ് കുനിച്ചു കൊടുത്തവളായിരുന്നു ഹാഗാർ. സ്വന്തമായ ഒരു അഭിപ്രായം പറയുവാനോ തെറ്റിയൊഴിയുവാനോ സാധിക്കാതിരുന്ന അബ്രഹാമിന്റെയും സാറായുടെയും ഇച്ഛയ്ക്ക് തലവണക്കി കൊടുത്തവളാ. ഗർഭം ധരിച്ചതിന് ശേഷം സാറായുടെ മുഖം പണ്ടത്തെ പോലെ അല്ല. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തെങ്കിലും ഒരാൾക്ക് കൂടെ നിൽക്കുന്നവർക്ക് കൂടുതൽ കിട്ടിയാൽ നമുക്ക് അത്ര ഇങ്ങോട്ട് ദഹിക്കത്തില്ല. സാറാ പറഞ്ഞു, അവിടെ പറയുന്നത് കൊണ്ടാണ്, അവളുടെ മുഖം മുൻപിലത്തേതുപോലെ അല്ല. അവൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വേദപുസ്തകം പറയുന്നു, ഹാഗാർ ഓടിപ്പോകുക. പീഡനം സഹിക്കവയ്യാതെ ഹാഗാർ ഓടിപ്പോകുക. അവൾക്ക് സ്വന്തമായി ഓടിപ്പോകാൻ ഒരു ദേശമില്ല, നാഷണാലിറ്റി ഇല്ല, ജെൻഡർ പറഞ്ഞാലും അവളുടെ പ്രൊഫഷൻ പറഞ്ഞാലും ആരും അവളെ ഒട്ട് അംഗീകരിക്കത്തുമില്ല. ലാസ്റ്റ് ഗ്രേഡ് വുമണാ. പക്ഷെ അവൾ ഓടുന്നു, ഒന്നും അറിയാതെ, ദിക്കറിയാതെ അവൾ ഓടുകയാണ്. സൂര്യനരികിലേക്ക്, ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് അവൾ ഓടി. ഗർഭിണിയായിരുന്ന അവൾ അതുവരെയും ആരെ കണ്ടില്ല? ദൈവത്തെ കണ്ടില്ല. പക്ഷെ ദൈവം ഒരു മനുഷ്യനെയും വെറുതെ വിടില്ല. നമ്മുടെ ധാരണ യഹോവ നമ്മളെ മറന്നുകളഞ്ഞു എന്നാണ്. നമ്മുടെ അന്തരീന്ദ്രങ്ങളെ ശോധന ചെയ്യുന്ന തലമുടി നാഴി പോലും അവൻ്റെ കയ്യിൽ കണക്കുള്ള ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, നമ്മുടെ കാൽ വഴുതുവാനവൻ എല്ലാ സന്ധ്യാ നമസ്കാരത്തിലും ഇത് ചൊല്ലുന്നത്. പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പം ഈ വിശ്വാസം പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധ്യമാകുന്നുണ്ട്? അത് സാധ്യമാകാത്തിടത്തോളം കാലം ഭക്തരെന്നോ ക്രിസ്ത്യാനികളെന്നോ ഓർത്തഡോക്സുകാരെന്നോ പറയാൻ യാതൊരു അധികാരവും നമുക്ക് ഇല്ല. അവിടെയാണ് ഈ സ്ത്രീ ഓടി. പക്ഷെ ദൈവം, അതുകൊണ്ടാണ് പറയുന്നത്, ദ ഹോൾ ഹെവൻ ഇസ് കൺവേഴ്സ് ടു ദിസ് സ്ലേവ് വുമൺ. എല്ലാ സ്വർഗത്തിലെ മുഴുവൻ ദൃഷ്ടിയും ആരിലേക്ക് പതിഞ്ഞു? സ്വർഗത്തോട് ചോദിക്കുക, ഈ അടിമപ്പെൺകുട്ടി എവിടെയാ? സ്വർഗം പറയും, ഇതാ സൂര്യനരികെ അവൾ നിൽക്കുന്നു. ഹാഗാറിന് മുൻപാകെ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാ. അവിടെ എനിക്ക് ഏറ്റവും രസകരമായും ആശ്ചര്യം തോന്നിയതുമായ ഒരു സംഗതി മറ്റൊന്നല്ല, യഹോവയായ ദൈവം ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടിട്ട് അവളെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത് നല്ലവണ്ണം നിങ്ങൾക്ക് തിരിയാമല്ലോ, അല്ലേ? തിരിയുന്നുണ്ടല്ലോ. എക്കോ കൂടുതലുള്ളത് കൊണ്ട് മനസ്സിലാകാതിരിക്കുന്നില്ലല്ലോ.
ഹാഗാറിനെ അഭിസംബോധന ചെയ്യുന്ന ദൂതൻ വിളിക്കുന്നത് മറ്റൊന്നുമല്ല, സാറായുടെ ദാസിയായ ഹാഗാറെ. അവൾക്കൊരു മോചനം അവിടെയില്ല. അവൾ പ്രാർത്ഥിച്ചതും അവൾ ഓടിയതും അവൾ രക്ഷ നേടാൻ ആഗ്രഹിച്ചതുമൊക്കെ ഒരു വിരുദ്ധത തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചായിരിക്കാം. പക്ഷെ ദൈവം അവളോട് പറഞ്ഞ വാചകം എന്താണെന്നറിയാവോ? അടുത്ത വാചകത്തിൽ പറയുന്നു, നീ നിന്റെ യജമാനത്തിയായ സാറായുടെ അടുക്കലേക്ക് തന്നെ തിരികെ പോകണം. ഇതെന്തൊരു ദൈവമായത്! ഒരു വിടുതലിന് വേണ്ടി ഓടി രക്ഷ തേടി കണ്ണുനീരോടി കൂടി വന്നപ്പം ദൈവം പറയുകയാണ്, നീ തിരികെ നിന്നെ പീഡിപ്പിച്ചവളുടെ അടുക്കലേക്ക് തന്നെ മടങ്ങിപ്പോകണം. പക്ഷെ ഹാഗാർ ദൈവത്തോട് മറുതലിച്ചില്ല. നമ്മളാണെങ്കിൽ അടുത്ത സാറിൻ്റെ അടുക്ക് പ്രാർത്ഥനയ്ക്ക് പോയേനെ. ഇവിടെ അച്ഛൻ തരത്തില്ലെന്ന് പറഞ്ഞാൽ അടുത്ത പള്ളിയാണ് നമ്മുടെ ഓപ്ഷൻ. പക്ഷേ ഹാഗാർ ഓടിയില്ല. അവൾ എന്ത് ചെയ്തു? യഹോവയുടെ ദൂതൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചു. അവൾ തിരികെ യജമാനത്തിയുടെ അടുക്കലേക്ക് പോയി. കാരണം യഹോവ അവളോട് ഒരു നല്ല വാഗ്ദാനം കൂടെ കൊടുത്തു. വാഗ്ദാനം എന്താ? നീയും ഒരു മകനെ പ്രസവിക്കും. അവൻ കാട്ടുകഴുതയെ പോലെ ശീഘ്രഗാമിയായിരിക്കും. ആർക്കും അവൻ മെരുങ്ങിക്കൊടുക്കത്തില്ല. ഇവൾ ആരായിരുന്നു? ഒരു അടിമ പെൺകുട്ടിയാണ്. പക്ഷെ അവളോട് പറയുകയാണ്, നിനക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഒരു പുത്രനെ തരും. അവൻ സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയ്ക്ക് രൂപം കൊടുക്കും. അപ്പൊ നീ ആരെന്നറിയപ്പെടും? സ്വാതന്ത്ര്യമുള്ള ഒരു ജനതയുടെ മാതാവെന്ന് നീ അറിയപ്പെടും. യഹോവയായ ദൈവം ഹാഗാറിന്റെ ജീവിതത്തെക്കുറിച്ച് ഉദ്ദേശിച്ച തീരുമാനം അതായിരുന്നു. ഹാഗാർ അവിടെ അതിന് വിധേയപ്പെടുത്തിക്കൊണ്ടു. പക്ഷെ വീണ്ടും ഹാഗാറിന്റെ ജീവിതത്തിൽ വെള്ളിരി പോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അബ്രഹാമും യാതൊരു നിഷ്പക്ഷമായ ഒരു തീരുമാനമെടുക്കാതെ അവൻ എന്ത് ചെയ്തു? സാറാ പറഞ്ഞപ്പം, അനിഷ്ടയെന്ന് കണ്ടപ്പം വീണ്ടും ഇറക്കി വിട്ടു. എന്തു കൊടുത്തു? ഒരു തുരുത്തി വെള്ളവും ഒരല്പം ഭക്ഷണവും. അവൾ എവിടേക്ക് പോയി? മരുഭൂമിയിലേക്ക് പോയി. യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് അവളുടെ കയ്യിലെ വെള്ളം തീർന്നു, ഭക്ഷണം തീർന്നു. കൊണ്ടൊരു വാചകം പറയാറുണ്ട്, there is a limit for human generosity. മനുഷ്യന്റെ കരുണയ്ക്കും മനുഷ്യന്റെ സഹതാപത്തിനും എന്തുണ്ട്? പരിധിയുണ്ട്. പക്ഷെ ദൈവത്തിന് യാതൊരു പരിധികളും. അതുകൊണ്ടാണ് മഹാധനികൻ എന്ന് പറയുന്ന അബ്രഹാം തനിക്ക് പറ്റിപ്പോയ ഒരു കഴിപ്പേയായി വന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ ഇടപെട്ടത് എങ്ങനെയാ? ഒരു തുരുത്തി വെള്ളവും ഒരല്പം ഭക്ഷണവും കൊടുത്താ വിട്ടത്. പക്ഷെ ദൈവം പറഞ്ഞു, ഇതെല്ലാം തീരും. പക്ഷെ നീരാത്ത ഒരു നീരുറവ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് അവൾ പ്രതിസന്ധി വലഞ്ഞു പോയപ്പം അവൾ എന്ത് ചെയ്തു? തൻ്റെ കുഞ്ഞിനെ ഒരു മരച്ചുവട്ടിൽ കിടത്തിയിട്ട് അവൾ മാറി പൊട്ടിക്കരഞ്ഞു. കുഞ്ഞിന്റെ നിലവിളി സ്വർഗം തുറന്നു. അവളോട് പറഞ്ഞു, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവയായ ദൈവം ഹാഗാറിന്റെ കണ്ണ് തുറന്നു. മരുഭൂമിയിൽ അവൾ എന്ത് കണ്ടു എന്നാ പറയുന്നത്? ഒരു നീരുറവ. ഒരു തൊട്ടി വെള്ളമല്ല കൊടുത്തത്, ഒരു കുപ്പി ബിസ്ലറി വാട്ടറുമല്ല കൊടുത്തത്, മറിച്ച് ഒരു നീരുറവ ദൈവം തുറന്നു കൊടുത്തു. നമ്മുടെ വിചാരം മരുഭൂമി, എ പീസ് ഓഫ് ബാരൻ ലാൻഡ്, ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു മരുഭൂ എന്ന് പറഞ്ഞാൽ ഒന്നും കിളിർക്കാത്ത, ഉഷ്ണക്കാറ്റടിക്കുന്ന, ധിഖറിയാൻ കഴിയാത്ത ഒരു വലിയ പ്രദേശം. പക്ഷെ മരുഭൂമിയിൽ നീരുറവ തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് അതിലേക്കും പ്രവേശിച്ചു കൊള്ളണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നുണ്ട്, ഐമനം ജോണിന്റെ ഒരു കഥയുണ്ട്, മരുഭൂമോക്ഷയാത്ര. അതിനകത്തെ കഥാപാത്രമായ പ്രൊഫസർ ദേവദാസും ഭാര്യയും കൂടി ഒരു ഡെസേർട്ട് ക്യാമ്പിന് പോയി. അവരതെല്ലാം പോയി ആസ്വദിച്ചു. രാത്രി അതിനകത്ത് കഴിച്ചു. തിരിച്ച് അവരുടെ ക്യാമ്പ് റെസിഡൻസിൽ നിന്നൊക്കെ തിരിച്ചു പോരാൻ നേരത്ത് അവിടുത്തെ ആ റിസോർട്ടിൻ്റെ അവിടെ റിസപ്ഷൻ എന്ന പയ്യൻ പറഞ്ഞു, താങ്കളുടെ അനുഭവം ഈ ഡയറിയിലൊന്ന് എഴുതി വെച്ചിട്ട് പോകണം. അദ്ദേഹം എഴുതിയ വാചകം മറ്റൊന്നുമല്ല, തിരികെ വരാൻ എനിക്കൊരു സ്ഥലമുണ്ട് എന്നുള്ളിടത്തോളം കാലം മരുഭൂമി എനിക്കൊരു പ്രയാസമേ അല്ല. തിരികെ വരാൻ എനിക്കൊരു സ്ഥലം, ഒരു ഭവനം ഉള്ളിടത്തോളം കാലം മരുഭൂമി എൻ്റെ മുൻപിൽ ഒരു പ്രതിബന്ധമേ അല്ല. പക്ഷേ ഹാഗാർ ഇറങ്ങി പുറപ്പെട്ടത് എങ്ങനെയാ? യാതൊരു പ്രതീക്ഷകളുമില്ലാതെയാ. അബ്രഹാമിന്റെ ഭവനത്തിൽ വെച്ച് ദൈവത്തെ ആര് കണ്ടില്ല? ഹാഗാർ കണ്ടില്ല. പക്ഷെ ദൈവം അവളെ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ലീഗൽ ടേം പറയാറുണ്ട്, സുമോ ഓട്ടോ ആക്ഷൻ എന്ന് പറയും. ദൈവം അവളുടെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുകയാ. എന്തിനു വേണ്ടിയിട്ടാ? അവളെ കണ്ടെത്തുന്നതിനും മരുഭൂമിയിൽ അവൾക്ക് വേണ്ടി നീരുറവകളെ തുറന്നു കൊടുക്കുന്നതിനും. ഒരു കഥ ഇപ്രകാരം പറയാറുണ്ട്, ഒരു കുഞ്ഞുകുട്ടി കടലിൻ്റെ അരികിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക.
വലിയൊരു തിര വന്ന് ഈ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. അവിടെ നിന്ന് മനുഷ്യരെല്ലാം അലമുറയിട്ട് കരഞ്ഞു, മാതാപിതാക്കന്മാരൊക്കെ. അതിലൊരല്പം ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ ചാടി കടലിലേക്ക് ചാടി ഈ കുഞ്ഞിനെ രക്ഷിച്ചു. മരണത്തിൻ്റെ വക്കോളം എത്തിയ കുഞ്ഞിനെ കരയിൽ കൊണ്ടുവന്ന് അവൻ്റെ ശ്വാസമൊക്കെ സ്ഥിതിയിലാക്കിയിട്ട് അവനെ നേരെ നിർത്തിയപ്പം ഈ കുഞ്ഞ് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അങ്കിൾ താങ്ക് യു. ആ മനുഷ്യൻ ആ കുഞ്ഞിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നീ എന്നോട് നന്ദിയൊന്നും പറയണ്ട, പക്ഷേ നീ രക്ഷപ്പെടേണ്ടവനായിരുന്നുവെന്ന് ഇനിയുള്ള നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം. ഹാഗാറിനോട് ദൈവം പറഞ്ഞത് അത് മാത്രമാണ്. മരുഭൂമിയിൽ നീരുറവ തരുന്ന ഒരു ദൈവത്തെ നീ കണ്ടില്ലേ? ഇനി നീ നീരുറവിനരികെ കുടിലടിച്ച് കടന്നാ പോരാ, ഈ വിശ്വാസം നിന്റെ ജീവിതത്തിൽ തലമുറകളിലേക്ക് ഏറ്റെടുക്കുവാൻ നിനക്ക് സാധ്യമാകണം. പലപ്പോഴും നമുക്ക് പറ്റിപ്പോയ വിശ്വാസത്തിന്റെ കോട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സഭാദിനമാ. നമ്മളെല്ലാവരും കൊടി ഉയർത്തി, കൊടിയുടെ ചോട്ടിൽ നിന്ന് പ്രതിജ്ഞയെടുത്തു. അതിനുശേഷം ഈ പള്ളിയിൽ നിന്നോ ഇപ്പം നമ്മുടെ ഭദ്രാസനത്തിലെ പല പള്ളികൾ കൂടി ഒരു പ്രതിഷേധയാത്ര നടത്തി. ഒക്കെ കഴിഞ്ഞ് ക്ഷീണിതരായിട്ടിരിക്കുക. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഇതിനൊക്കെ അപ്പുറം ദൈവത്തിന് നിങ്ങളെ അറിയാമോ? നമ്മൾ പറയും ദൈവത്തെ എനിക്കറിയാം, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന് നിങ്ങളെ അറിയാമോ? ആ ചോദ്യത്തിന് പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഫലപ്രദമായി മറുപടി പറഞ്ഞില്ല എങ്കിൽ ഈ പ്രകടനങ്ങൾ കൊണ്ടൊന്നും യാതൊരു ഫലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇന്ന് പിറവിക്കുരുടന് സൗഖ്യം കൊടുത്തൊരു ദിവസമാണ്. എന്തുകൊണ്ടായിരിക്കാം പിതാക്കന്മാർ ഈ ദിവസത്തെ ക്ലബ് ചെയ്യിപ്പിച്ചെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ തന്നെ ഒരു ഉത്തരം കണ്ടെത്തി. ഉത്തരം എന്താ? അവന് കർത്താവ് സൗഖ്യം കൊടുത്തു, കാഴ്ച കൊടുത്തു. കാഴ്ച കൊടുക്കുമ്പോൾ അവന് ചുറ്റുപാട് നിൽക്കുന്നവരൊക്കെയും അവനെ പരിശോധിക്കുന്നുണ്ട്. ഇത് നിനക്ക് ജന്മനാ ഉള്ളതായിരുന്നോ? നീ കബളിപ്പിച്ചതായിരുന്നോ? ആര് നിനക്ക് തന്നതാ? തന്നതിൻ്റെ മാർഗം എന്താ? ഇതൊക്കെ ചോദിച്ചവനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഒടുവിൽ അവൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ എനിക്ക് തന്നതാ, നിങ്ങൾ ഇനി കൂടുതൽ വല്ലതും അറിയണമെങ്കിൽ അവനോട് പോയി ചോദിച്ചോ. തെളിഞ്ഞ കാഴ്ച ലഭിക്കുന്ന ഇടമാണ് ഇവിടം സഭ. ദൈവത്തെ കാണേണ്ടതുപോലെ കാണാൻ അഭ്യസിപ്പിക്കുന്ന ഇടമാണ് പള്ളി. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെയൊക്കെ വീട് കൂദാശ നടത്തുമ്പം വായിക്കുന്ന ഏവെങ്കേലിയൻ ഭാഗം ഏതാണെന്ന് പറയാമോ? ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞു. വളരെ സന്തോഷം. സക്കായിയുടെ കാര്യമാണ്. പിതാക്കന്മാർ എന്തുമാത്രം ബുദ്ധിയുള്ളവരാന്ന് ഓർത്തോണം. കാരണം ഞങ്ങൾ പിരിവ് പറഞ്ഞാലും ഒരു പരിധിയുണ്ട്. ഒരിക്കലൊരു സർക്കസുകാരൻ വഴിയിൽ ഇങ്ങനെ സർക്കസ് നടത്തുക. അപ്പം അയാൾ റോഡിൽ നിൽക്കുന്ന കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരോടും വെല്ലുവിളിച്ചിട്ട് ഒരു നാരങ്ങ എടുത്തിട്ട് മാക്സിമം അത് പിഴിഞ്ഞു അങ്ങ് ഏറ്റവും അതിൻ്റെ ചാറൂറ്റി. എന്നിട്ട് ആ മനുഷ്യൻ ആ നാരങ്ങയുടെ തൊണ്ടിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഇതിനകത്ത് ഇനി ആരെങ്കിലും വന്ന് ഒരു തുള്ളി നാരങ്ങാന്നീര് ഇതിനകത്തുനിന്ന് എടുത്തു കാണിച്ചാൽ 10,000 രൂപ ഞാൻ തരാം. ആരും പെട്ടെന്നൊന്നും ആ വെല്ലുവിളി സ്വീകരിച്ചില്ല. വളരെ ക്ഷീണിച്ച ഒരു മെല്ലിച്ച ഒരു മനുഷ്യൻ മുൻപോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് പരിശ്രമിക്കാം. അദ്ദേഹം ചെന്ന് ആ നാരങ്ങയുടെ തൊണ്ട് മേടിച്ചിട്ട് ഒരു 2 തുള്ളി നാരങ്ങാനീരും കൂടെ അതിനകത്തുനിന്ന് പിഴിഞ്ഞെടുത്തു. എല്ലാവരും അതിശയിച്ചു, മജീഷ്യനും അതിശയിച്ചു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുക എന്നെ? പറഞ്ഞു, ഞാനിവിടെ അടുത്ത പള്ളിയിലെ വികാരിയച്ഛനാ, പള്ളിപണി നടന്നുകൊണ്ടിരിക്കുക, പിഴിയാൻ എന്നെ കഴിഞ്ഞേ ആളുള്ളൂ. പക്ഷെ ആ ഞങ്ങൾ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും മേടിച്ചെടുക്കണേ പ്രയാസപ്പെടും. അതുകൊണ്ട് നമ്മുടെ ഭദ്രാസനത്തിൽ ഒരു അച്ഛനോട് ഒരാൾ പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ഓർത്താൽ മതി, തരുന്ന ഞങ്ങളുടെ കൈ മേളിലും മേടിക്കുന്ന അച്ഛൻ്റെ കൈ എപ്പോഴും ഇത് കൊടുത്തിട്ട് പലരും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ പള്ളിക്കാർ പറഞ്ഞല്ല ഞാൻ കേട്ടത് കേട്ടോ, മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്. കൊടുത്ത ഞങ്ങളുടെ കൈ മേളിലും മേടിച്ച അച്ഛൻ്റെ കൈ. എടാ പൊട്ടാ, നിന്നോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൊടുക്കാൻ നിന്റെ കൈ ഉയർത്തി ദൈവം നിനക്ക് മേതെ സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നിന്റെ കൈ ഉയർന്നത്. ആ ബോധമില്ലെങ്കിൽ അധികകാലം നമ്മുടെ കൈ ഉയർത്തി നമുക്ക് കൊടുക്കാൻ സാധ്യമാകത്തില്ല. തെളിഞ്ഞ കാഴ്ച കിട്ടുന്ന ഇടം എവിടമാ? സഭയാ. ദൈവത്തെ കാണണം. ദൈവത്തെ മാത്രം കണ്ടാൽ പോരാ, നിന്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനെ നിനക്ക് കാണാൻ കഴിഞ്ഞിരിക്കണം. അത് കഴിയാത്തടത്തോളം കാലം എത്ര കൂദാശകൾ നമ്മൾ സംബന്ധിച്ചാലും ആ കൂദാശകളിൽ ഒരു വരി പോലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമാകത്തില്ല. വെറുതെ ചുമക്കുന്ന കഴുതയെ പോലെ മുന്നോട്ട് പോകും. ഒരിക്കൽ ഒരിടത്ത് പള്ളി കമ്മിറ്റി കൂടി, അവർക്കൊരു പള്ളി പണിയണം. എവിടെ പണിയണം പള്ളി? നല്ലൊരു സ്ഥലം, നല്ല ഐശ്വര്യമുള്ളൊരു സ്ഥലം കാണണം. അവരെല്ലാവരും പല സ്ഥലങ്ങൾ ഇങ്ങനെ പറഞ്ഞു. റോഡ് സൈഡ് ആകാം, മലയുടെ മുകളാകാം,
നമ്മുടെ പാടത്തിൻ്റെ കരയാകാം, നദിക്ക് സമീപമാകാം, നല്ല ആംബിയൻസ് ആയിരിക്കും. വരുന്നവർക്കൊക്കെ തോന്നും നല്ലൊരു ഗാർഡനും ഒക്കെ ഉണ്ടാക്കിയാൽ. അതിൽ പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു, ഞാനൊരു സ്ഥലം പറയാം. ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. എന്താ ചരിത്രം? ഒരിടത്ത് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. 2 സഹോദരങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു. അവരൊരുമിച്ച് കൃഷി ചെയ്തു. നല്ല വിളവർക്ക് ലഭിച്ചു. അവർ പകുത്തെടുത്തു. അന്ന് രാത്രി അവർ 2 പേരും പകുത്തെടുത്ത ധാന്യങ്ങൾ അവരുടെ സ്വന്തം കളപ്പുരകളിലേക്ക് കൊണ്ടുപോയി. രാത്രി കിടന്നിട്ട് 2 സഹോദരന്മാർക്കും ഉറക്കം വന്നില്ല. അവരെഴുന്നേറ്റിട്ട് ചിന്തിച്ചു, എൻ്റെ സഹോദരന് ഒരല്പം കൂടുതൽ കൊടുക്കേണ്ടെന്ന് ആരുടെ ഉത്തരവാദിത്വമായിരുന്നു? എൻ്റെ ഉത്തരവാദിത്വമാണ്. അവൻ പറഞ്ഞു, അവനോടത് പറഞ്ഞാൽ അവൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് രാത്രി 1 ചാക്ക് ഗോതമ്പ് എടുത്ത് ഒരു സഹോദരൻ ഇങ്ങേയറ്റത്തു നിന്നും മറ്റേ സഹോദരൻ അങ്ങേയറ്റത്തു നിന്നും പുറപ്പെട്ടു. ഇരുട്ടത്ത് 2 പേരും കൂട്ടിയിടിച്ച് ഇവർ പരസ്പരം മുഖം നോക്കിയപ്പോഴാണ് സഹോദരങ്ങളാ നോക്കിയപ്പോൾ 2 പേരുടെ കയ്യിലും ഓരോ ചാക്ക്. അവരാ ചാക്കിൻ്റെ പുറത്ത് അന്ന് രാവെളുക്കുവോളം ഇരുന്ന് ചിരിച്ചു എന്നാ പറഞ്ഞു. എന്നിട്ട് ആ വല്യപ്പൻ പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു പള്ളി പണിയാം. പെരുമ്പാവൂർ സൂലോക്ക പള്ളി ഒരുപാട് പ്രതിസന്ധിക്ക് ശേഷം ദൈവം നമ്മുടെ കയ്യിലോട്ട് തന്നതാ. ഇവിടെ സഹോദരനെ കണ്ടില്ല എങ്കിൽ ദൈവം തന്നതിനെ ദൈവം തിരിച്ചെടുക്കും. ഇനി എന്നെ ഒരിക്കലും ഈ അച്ഛന്മാരും നിങ്ങളാരും പ്രസംഗത്തിന് വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. അധിക നാൾ ജീവിച്ചിരിക്കണമെന്ന് യാതൊരു ആഗ്രഹമില്ലാത്തൊരു അച്ഛനായതുകൊണ്ട് ദൈവം എന്നെ കർത്തവ്യപ്പായി ഇടിയിച്ചതിന് എന്തെങ്കിലും ഒരു പൊരുത്തം വേണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം ഞാനിത് പറഞ്ഞതാ. ഇത് പറഞ്ഞില്ല എങ്കിൽ ഞങ്ങളുടെ പൗരോഹിത്യത്തിനോട് ദൈവം ചോദിക്കും. അതുകൊണ്ട് സഹോദരനെ കാണാൻ കഴിയാത്ത ഇടം ദേവാലയം എന്ന് പുറത്തുള്ളവരോട് നമ്മൾ പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. പള്ളിക്കുള്ളിൽ എന്താ നടക്കുന്നതെന്ന് പള്ളിക്ക് വെളിയിലുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. ഇനി പൊതുയോഗവും ഇലക്ഷനും ഒക്കെ നടക്കാൻ പോവാ. കോട്ടയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ, വലിയൊരു പള്ളിയിൽ രാത്രി 1 മണി വരെയാണ് പൊതുയോഗത്തിന് മുമ്പ് ഇലക്ഷന് വോട്ട് പിടിക്കാൻ നടക്കുന്നത്. രാത്രി 1 മണി വരെയും ടൗണിൻ്റെ നടുക്കൊക്കെ കാണാം. ഇതുവരെ പള്ളി കണ്ടിട്ടില്ലാത്തവനെ പോലും ഒരിക്കൽ ഒരുത്തൻ ഒരല്പം മദ്യപിച്ചിട്ട് പള്ളിയുടെ വാതിക്ക് വന്നിട്ട് അവിടുത്തെ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ പള്ളി ഏതാ? അച്ഛൻ ചോദിച്ചു, എന്തിനാ? അല്ല, ഒന്ന് കുമ്പസാരിക്കാനാ. അവൻ ഇന്നേ വരെ ആ പള്ളി. ഈ ദുർഗതി മാറാത്തടത്തോളം കാലം നമുക്ക് ഒരു ചൈതന്യം നമ്മുടെ മുഖത്ത് പ്രദർശിപ്പിക്കാൻ സാധിക്കത്തില്ല. മരുഭൂമിയിൽ നീരുറവ തരുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ അത് ഏറ്റെടുക്കാനുള്ള ഒരു കെൽപ്പ്, ഒരു വലിയ വിശാലത നമുക്കില്ല എങ്കിൽ നീരുറവയുടെ ചുരുക്കം നമ്മൾ കാണേണ്ടി വരും. വെള്ളത്തിൻ്റെ ദൗർബല്യവും നമ്മൾ കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു പ്രതീക്ഷകളുമില്ലാത്തടത്ത് അവൻ എനിക്ക് നീരുറവ തുറന്നു തരും. ആ നീരുറവ എനിക്ക് തന്ന അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതിനുതകുന്ന ജീവിതം ക്രമീകരിക്കുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ 2 കാര്യങ്ങളിൽ അവനെ വിവരിക്കാം. യുവർ പേഷ്യൻസ് വെൻ യു ഹാവ് നത്തിങ്, ഒന്നുമില്ലാത്തപ്പോഴുള്ള നിങ്ങളുടെ ക്ഷമ. 2, യുവർ ആറ്റിറ്റ്യൂഡ് വെൻ യു ഹാവ് എവറിത്തിങ്, എല്ലാം ഉള്ളപ്പോഴുള്ള നിങ്ങളുടെ സമീപനം. ഒന്നുമില്ലാത്തപ്പോഴുള്ള നിങ്ങളുടെ ക്ഷമയും എല്ലാം ഉള്ളപ്പോഴുള്ള നിങ്ങളുടെ സമീപനവും ദൈവം ഇതിനെ ശോധന ചെയ്യും. മനോഹരമായി ഈ ദേവാലയം ഇതിൽ കൂടുതൽ ശോഭിക്കേണ്ട ഉത്തരവാദിത്വം ഈ നീരുറവ തരുന്ന ദൈവത്തെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രതിഫലിപ്പിക്കുമെന്ന് ഏറ്റെടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. അത് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രസംഗം നിർത്തുവല്ല, ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. അത് പറഞ്ഞ് അച്ഛൻ അവസാനിപ്പിക്കാം. യഹോവ എനിക്കായി ഇറങ്ങി വന്നു. പ്രതിബന്ധങ്ങളെ തകർത്ത് കളയുന്നതിന് എൻ്റെ യഹോവ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. നമ്മുടെ ധാരണ, നമ്മുടെ സാമർഥ്യം കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും നമ്മൾ നേടി ഇതുവരെ നടന്നെത്തിയതാ. പലപ്പോഴും കുടുംബത്തിൽ കലഹമുണ്ടാകുമ്പം ഭാര്യയും ഭർത്താവും പറയുന്നൊരു വാചകമാ, ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. വെറുതെയാ. നമ്മളില്ലേലും കാര്യം നടക്കും. ഈ സഭാസ്ഥാനികളായവരോടൊക്കെ എനിക്കുള്ള ഒരു വിമർശനം അതാ, ഒരു സ്ഥാനം കിട്ടിക്കഴിയുമ്പം പിന്നെ അവരുടെ ധാരണ എന്താണ്, ഈ സ്ഥാനത്ത് ഞാനല്ലെങ്കിൽ പിന്നെ പറ്റാരും. അതുകൊണ്ടാണ് ഒഴിഞ്ഞാലും ചത്തൊഴിഞ്ഞാൽ പോലും ആ ഡെസിഗ്നേഷൻ മാറ്റത്തില്ല. വലിയൊരു പ്രതിസന്ധിയാ. ഞാൻ ഉൾപ്പെടെ ഇഷ്ടമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണല്ലോ ഈ സെൻഡ് ഓഫ് തരുമ്പം ഒരു ആത്മാർത്ഥതയില്ലേലും പള്ളിക്കാർ പറയും, ഇതുപോലെ ഒരു അച്ഛനെ ഞങ്ങൾ കണ്ടിട്ടില്ല.
പിന്നീട് ആ സങ്കടകരമായ ഒരു അവസരം അറിയുന്നത് ഇവൻ ചെന്ന് പറഞ്ഞിട്ടാണ് തിരുമേനി അവിടുന്ന് മാറ്റിയത്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇത് ഞാൻ പോയ ആ പള്ളിക്കാർ ഇനി എന്തോ ചെയ്യും, അവരിനി എങ്ങനെ കുർബാന കാണും, ഇതാണ് ഞങ്ങളുടെ ധാരണ. പക്ഷെ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മളില്ലെങ്കിലും നമുക്ക് ശേഷം വരുന്നത് ഒരു പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പക്ഷെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഒരിക്കലും ഒരു വീട്ടിൽ ഗ്രഹനാഥൻ മരിച്ചുപോയി. വളരെ നിർധനമായൊരു കുടുംബമാണ്. പക്ഷെ അദ്ദേഹം ഒരുപാട് വായിക്കുമായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വേർപാട് വന്നപ്പോൾ നികത്താനാകാത്ത വിടവായിട്ട് ആ കുടുംബത്തിൽ അത് നിന്നു. ഒരു ജീവിതമാർഗവുമില്ല. 2 മക്കളെയും കെട്ടിപ്പിടിച്ച് അമ്മ കരഞ്ഞുകൊണ്ടിരുന്നപ്പം അതിൽ ഇളയ കുഞ്ഞ് പറഞ്ഞു, അമ്മേ, അപ്പൻ ഒരുപാട് വായിക്കുമായിരുന്നല്ലോ, ഒരു മുറി നിറച്ചും പത്രമാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പത്രക്കെട്ടുകളെടുത്ത് അതുകൊണ്ട് കൂടകളുണ്ടാക്കി അത് വിറ്റ് ജീവിതം ആരംഭിക്കാം. ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കരുത് ഞാനില്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയമാണെന്ന്. അത് ചിന്തിക്കാതിരിക്കാൻ പഠിപ്പിച്ചയാളാണ് യഹോവയായ ദൈവം. മനോഹരമായ ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യോശുവയുടെ പുസ്തകം നിങ്ങൾക്കുള്ള ഹോംവർക്കാ. 4-5 അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. യോർദാൻ കടന്ന് ജനം കനാനിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഫസ്റ്റ് ബേസ് ക്യാമ്പ് ഗിൽഗാലിലടിച്ചു. അവരവിടെ താമസിക്കുമ്പം അടുത്തത് നേരിടാൻ പോകുന്നത് എരിഹോ പട്ടണത്തെയാണ്. എരിഹോ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം വളരെ ശക്തമായ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണമാണ്. അതിൻ്റെ കോട്ടയുടെ വലിപ്പവും നീളവും ഒക്കെ അറിയണമെങ്കിൽ വേദപുസ്തകം ഭംഗിയായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ പറ്റാത്ത, എത്ര വലിയ യുദ്ധബലമുണ്ടെങ്കിലും തകർക്കാൻ പറ്റാത്ത ഒരു കോട്ടമതിലാണ്. യോശുവ അതിൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പം രാത്രിയിൽ യോശുവയ്ക്കൊരു ദർശനമുണ്ടായി. ദർശനം എന്താണ്? വാളൂടി പിടിച്ചിരിക്കുന്ന ഒരു ദൂതൻ. യോശുവ വലിയ തട്ടുമുട്ടുമില്ലാതെ ദൂതന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ എതിർപക്ഷക്കാരനോ? നമുക്കതാണല്ലോ അറിയേണ്ടിയേ. നീ ഞങ്ങളുടെ ആളാണോ അപ്പുറത്തെ ആളാണോ? ഇത് ചോദിച്ച് മാത്രമേ ദൂതൻ ഒന്നും മിണ്ടിയില്ല. രണ്ടാമത് വീണ്ടും ഒന്നുകൂടെ ശക്തമായിട്ട് ചോദിച്ചു, നീ ഞങ്ങൾക്ക് പേർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നവനാണോ അത് ശത്രുപക്ഷക്കാരനാണോ? അവിടെയാണ് യഹോവയായ ദൈവത്തിന്റെ പദ്ധതി ദൂതൻ പറയുന്നത്, ഞാൻ നിന്റെ പക്ഷക്കാരനുമല്ല, ഞാൻ എതിർപക്ഷക്കാരനുമല്ല, നിന്റെ ജീവിതത്തിന്റെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ പക്ഷക്കാരനാണ്. നമ്മളെപ്പോഴും ദൈവത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരാഭരണം പോലെയാ. ആവശ്യമുള്ളപ്പോൾ ഒരു തണിയുകയും അല്ലാത്ത സന്ദർഭങ്ങളിൽ മാറ്റിവെക്കുകയും ചെയ്യും. അവിടെ ദൈവം പറയും, നീ എങ്ങനെ തരത്തിനൊത്ത് ഉപയോഗിക്കണ്ട, ഒരു വളർത്തു ദൈവമായി നീ എന്നെ കാണണ്ട. നിന്റെ ജീവിതത്തിന്മേൽ പരമാധികാരമുള്ളവനാരാ? ദൈവമാ. എന്നിട്ട് യോശുവയോട് പറയുന്നുണ്ട്, നിനക്ക് പട്ടണത്തെക്കുറിച്ച് വല്ല ബോധമുണ്ടോ? എരിഹോ മതിലിനെ കുറിച്ച് എനിക്കറിയാം, ആ പട്ടണത്തിൽ ജനത്തെക്കുറിച്ചറിയാം, അത് മറികടക്കുക ദുഷ്പ്രയാസമാണെന്നും എനിക്കറിയാം. യഹോവ പറഞ്ഞു, ഞാൻ പറയുന്ന മാർഗത്തിലൂടെ നീ നടക്കണം. ഇനി മാർഗം എന്താണെന്നും കൂടെ കേട്ടാട്ടെ. യഹോവ പറഞ്ഞു, നീ പുരോഹിതന്മാരെ വിളിക്കണം, അവരുടെ കയ്യിൽ കാഹളം കൊടുക്കണം, യുദ്ധവീരന്മാരെ നീ വിളിക്കണം, ദൈവജനത്തെ കൂട്ടി വരുത്തണം, യഹോവയുടെ പെട്ടകം എടുക്കണം. എന്നിട്ട് പറഞ്ഞ വാചകം എന്താണെന്നറിയാവോ? 6 ദിവസം ഈ കോട്ടയ്ക്ക് ചുറ്റും നിങ്ങൾ ചുറ്റണം, ഒരക്ഷരം പോലും ജയ് വിളിക്കരുത്. എന്താ പറഞ്ഞത്? 6 ദിവസം ചുറ്റണം. ഞാൻ ഓർക്കും, എരിഹോവിലുള്ളവരൊക്കെ ഓർത്ത് കാണും, ഇവന്മാർക്ക് തലയ്ക്ക് നല്ല സ്ഥിരതയില്ല. പക്ഷെ യോശുവ ജനത്തോട് പറഞ്ഞു, യഹോവ എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി നമ്മൾ. അതുകൊണ്ടാണല്ലോ മോശ തൊട്ട് പുറപ്പെട്ടതിൽ യോശുവയും കാലേവുമല്ലാതെ വേറെ ആരും പുറപ്പെട്ടതിൽ കനാനെ കൈവശമാക്കിയില്ല. യോശുവയ്ക്കറിയാം, വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ പറഞ്ഞു, യഹോവ കൽപ്പിച്ചതുപോലെ അതിരാവിലെ എഴുന്നേൽക്ക്, ചുറ്റാൻ പറഞ്ഞ ചുറ്റിക്കോ. 6 ദിവസം ചുറ്റി. 7ാമത്തെ ദിവസം യഹോവ പറഞ്ഞു, 7 പ്രാവശ്യം നിങ്ങൾ ഈ കോട്ടയ്ക്ക് ചുറ്റണം. 7ാം പ്രാവശ്യം എന്ത് ചെയ്യണം? പുരോഹിതന്മാർ കാഹളം ഊതണം, ജനമൊക്കെയും ആർപ്പിടണം. വേദപുസ്തകം പറയുന്നു, മരട് ഫ്ലാറ്റ് പൊളിയുന്നതിനേക്കാൾ സ്പീഡിൽ എന്ത് ഡിമോളിഷ് ചെയ്തു? എരിഹോ പട്ടണം ദൈവം ഡിമോളിഷ് ചെയ്തു. ഇതിലൂടെ ദൈവം പഠിപ്പിച്ചതെന്താ? നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ എരിഹോ മതിൽ പോലെ നിൽക്കും. നിന്റെ സ്വന്തം പ്ലാൻ കൊണ്ട് നീ അതിനെ ഒന്നിനെയും നേരിടാൻ ശ്രമിക്കണ്ട. എന്ത് ചെയ്താൽ മതി?
യഹോവയുടെ വചനങ്ങൾ അക്ഷരം പ്രതി. അതുകൊണ്ട് യഹോവയെ ആദ്യം പറയും, ക്ഷമിക്ക്, കാത്തിരിക്കുക. ഒരു ചെറുപ്പക്കാരൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോയപ്പം അവൻ പള്ളി വന്ന് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റെടുത്ത ചെറുപ്പക്കാരനാ. പള്ളി വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ഇറങ്ങി ചെന്നിട്ട് അവനോട് ചോദിച്ചു, നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ അച്ഛാ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. അവൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് അച്ഛൻ ചോദിച്ചു, നിന്റെ കയ്യിൽ ഇത് തുടങ്ങാൻ എന്തുണ്ട് ക്യാപിറ്റൽ, എന്തുണ്ട് മൂലധനം? അവൻ പറഞ്ഞു, ഐ ക്യാൻ പ്രേ, ഐ ക്യാൻ ഫാസ്റ്റ്, ഐ ക്യാൻ വെയിറ്റ്. എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, എനിക്ക് കാത്തിരിക്കാൻ സാധിക്കും, എനിക്ക് ഉപവസിക്കാൻ സാധിക്കും. ഇത് മൂന്നും സാധ്യമാകുന്ന ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ നിന്ന് നിശ്ചയമായി മറുപടി ലഭിക്കും. പക്ഷെ നമ്മൾ ആശ്രയിക്കുന്ന എന്തിലൊക്കെയാ? മനുഷ്യരിൽ ആശ്രയിക്കും, രഥങ്ങളിൽ ആശ്രയിക്കും, ആരോഗ്യത്തിൽ ആശ്രയിക്കും, ധനത്തിൽ ആശ്രയിക്കും. വെറുതെയാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല പാഠങ്ങൾ പഠിച്ച സമയം ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കൊറോണയുടെ സമയമാ. എനിക്ക് വന്നു കൊറോണ, നിങ്ങളുടെ വല്യച്ഛനും വന്നു. പക്ഷെ എനിക്ക് വന്നപ്പം ഞാൻ വേറൊരു പ്രതിസന്ധിയിലായിരുന്നത് കൊണ്ട് അത് ഇരട്ടി എന്നെ ബാധിച്ചു. ഞാൻ ഏകനായി 10 ദിവസം ആശുപത്രി കിടന്നു. മറ്റൊരു മുറിവെൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എഴുന്നേൽക്കാൻ മേലാതെ ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. സുരക്ഷിതമായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആരോരുമില്ലാത്തൊരു സ്ഥാനത്തേക്ക് ദൈവം എന്നെ കൊണ്ടിട്ടപ്പം ഞാൻ ഒരുപാട് ഭാരപ്പെട്ടു. ഞാൻ അന്ന് സാധു കുഞ്ഞുപദേശിയുടെ പാട്ട് ഹൃദയം തൊട്ട് പാടി. ആരും സഹായമില്ലാത്തപ്പം വാനത്തിൽ എനിക്ക് സഹായകനായ ദൈവത്തെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അതുകൊണ്ട് ഇപ്പം എൻ്റെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രസംഗത്തിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഏതവസ്ഥയിലായിരുന്നാലും എന്നെക്കുറിച്ച് ഒരു ബോധമുള്ള, എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് പദ്ധതിയുള്ള എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അരിശിതാവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ അതുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ അവൻ ഇടയാകത്തില്ല. അതുകൊണ്ടാണല്ലോ ഏലിയാവ് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഏറ്റപ്പം ഒരു ചൂരച്ചെടിയുടെ ജീവത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇനി മതി യഹോവേ, ജീവനെ എടുത്തുകൊള്ളണം. ഏലിയാവിനോട് യഹോവയായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? യഹോവയായ ദൈവം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നോബിനച്ചാ നീ അച്ഛനായിട്ട് പലരെ ഉപദേശിച്ചിട്ട്, യോബിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം പോലെ, നീ പലരോട് പ്രസംഗിച്ചിട്ടുണ്ട്, നീ പലരെ ഉപദേശിച്ചിട്ട് നിനക്കിത് ഭവിച്ചപ്പോൾ നീ എന്താ വാടിപ്പോയത്? നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കും, യഹോവയിൽ ആശ്രയിക്കാൻ മറന്നുപോകും. എന്നാൽ ഞാനൊരു ഉപദേശം തരാം, ആദ്യം എൻ്റെ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കണം. എൻ്റെ ദൈവത്തെ പരിപൂർണമായി ആശ്രയിക്കുന്നവനെ സഹായിക്കേണ്ടതിന് ദൈവം അവൻ്റെ ദൂതന്മാരായി മനുഷ്യരെ, ദൈവത്തെ കാണാത്ത ഒരപ്പനും അമ്മയ്ക്കും നല്ലപോലെ വെള്ളം കുടിച്ച് മരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. മക്കളെ പള്ളിയിൽ കൊണ്ടുപോയി ദൈവത്തെ കാണിച്ചു കൊടുക്കാത്ത ഒരപ്പനും അമ്മയും നല്ലൊരു മരണം പ്രാപിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. ഇത് സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ കാണണം. തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുവാൻ ഇടയാകണം. ലോകം ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് തരും. അത് വേണ്ട, ഇത് വേണ്ട, ബാങ്കിൽ ബാലൻസ് ഇട്ടാൽ മതി. LIC-കാരാണ് ഒരുപാട് ഓഫർ തരും, അല്ലേ? ഒരിടത്ത് ഒരു വീട്ടമ്മയെ കാണാൻ 2 LIC ഏജന്റുമാർ ഒരുമിച്ച് വന്നു, 2 കമ്പനിക്കാർ. ഒരുത്തൻ പറഞ്ഞു, ആൻറ്റി ഞങ്ങളുടെ കൂടെ LIC ചേർന്നാൽ ഭർത്താവ് മരിച്ച് ഒരാഴ്ചക്കകം പൈസ ആൻറ്റിയുടെ കൈ കൊണ്ടേ തരും. ഇത് കേട്ടോണ്ട് മറ്റവനൊന്ന് അല്പം പകച്ചു പോയി. എന്നിട്ട് അവൻ മറ്റൊരു ഉദാഹരണ സഹിതം പറഞ്ഞു, ആൻറ്റി അതിനേക്കാൾ നല്ലൊരു പോളിസി ഞാൻ പറയാം. എന്താ? ഇപ്പൊ ആൻറ്റിയുടെ ഭർത്താവ് 50 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുവാന്ന് വിചാരിച്ചോ? 25ാമത്തെ നില എത്തുമ്പോഴേ ആൻറ്റിയുടെ കൈ പൈസ കൊണ്ടുവന്ന് ഞങ്ങള്, ഇതാ ലോകം, നമ്മൾ ആദ്യം അതിലേക്ക് വീഴും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രതീക്ഷയുമില്ലാത്തപ്പം നമ്മൾ ആരിലേക്ക് വരും? അതുകൊണ്ടാണ് നമ്മുടെ പല പ്രാർത്ഥനകൾക്കും നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് ദൈവം മറുപടി തരാത്തത്. നാം ആവശ്യമുള്ളത് അവനോട് ആവശ്യപ്പെടുന്നു, പക്ഷെ ദൈവമോ അതിൻ്റെ ഭാവി അറിഞ്ഞ് നമുക്ക് തരുന്നു. ദെബോര പാടി വിപ്ലവകരമായൊരു ഗാനം. എന്തായിരുന്നു അവളുടെ ഗാനം? യഹോവ എനിക്കായി ഇറങ്ങി വന്നു. 3 ദിവസത്തെ കൺവെൻഷൻ നിങ്ങൾ കേട്ടല്ലോ. എന്തു മാറ്റം നിങ്ങൾക്കുണ്ടായെന്നുള്ളത് വീട്ടിൽ ചെന്ന് ചിന്തിക്കണം. ഹാസ്യാഴ്ചയിലേക്ക് പ്രവേശിക്കുക. 30ാമത്തെ വയസ്സിൽ ജീവിതത്തിൽ അപകടകരമായൊരു മേഖലയിലേക്ക് ഇറങ്ങിയ ഒരു മനുഷ്യൻ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചതിനെ ധ്യാനിക്കുകയും ആ ശക്തിയിൽ അഭയം കണ്ടെത്താൻ പോവുകയും ചെയ്യുക. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ?
ഞങ്ങളുടെ ജീവിതത്തിൽ യാതൊരു അപകടവും ഞങ്ങൾക്ക് ഉണ്ടാകരുത്. ഈ പ്രാർത്ഥനയാണ് പ്രശ്നം. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം, ദൈവമേ, നിന്റെ കുരിശിന്റെ മുൻപാകെ എൻ്റെ പ്രതിസന്ധികളെ മറികടക്കുവാൻ എന്നെ ബലപ്പെടുത്തണം, എന്നെ ശക്തീകരിക്കണം. യഹോവ എനിക്കായി ഇറങ്ങി വരും നിശ്ചയം. എന്തൊക്കെ അവൻ ചെയ്തു തരും? ഒന്ന്, മരുഭൂമിയിൽ നീരുറവകളെ തുറക്കുവാൻ അവൻ എനിക്കായി ഇറങ്ങി വരും. ഒരു പ്രതീക്ഷയുമില്ലെന്ന് നമ്മൾ വിചാരിച്ചെടുത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു കുപ്പി വെള്ളമല്ല, ഒരു നീരുറവ തന്നെ ഒഴുക്കിത്തരും. രണ്ട്, നമ്മൾ പറഞ്ഞത് മറ്റൊന്നുമല്ല, അവൻ പ്രതിബന്ധങ്ങളെ തച്ചു തകർക്കുന്നതിന് നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഈ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് അച്ഛൻ അവസാനിപ്പിക്കട്ടെ. ഒരിടത്ത് ഒരാളെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. ശിക്ഷ മറ്റൊന്നുമല്ല, ഇരുമ്പ് കസേരയിൽ ഇരുത്തി ഷോക്ക് അടുപ്പിച്ച് കൊല്ലും. അപ്പം അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ജയിലധികൃതരെ ഒരു പുരോഹിതനെ വിളിച്ചു, ഒരു അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അവന് വല്ലോ പറയാനുണ്ടെങ്കിൽ അച്ഛൻ ഒന്ന് കേട്ടോ, മരിക്കാൻ പോവല്ലേ. അവൻ്റെ ഇടയ്ക്ക് അച്ഛൻ ചെന്നിട്ട് അവനോട് അടുത്ത് നിന്നിട്ട് ചോദിച്ചു, മോനെ, നിനക്ക് വല്ലോ ആഗ്രഹമുണ്ടോ അവസാനമായിട്ട്? പിന്നെ അവൻ അച്ഛൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഷോക്ക് അടിപ്പിക്കുമ്പോഴും എനിക്ക് അച്ഛൻ്റെ കയ്യെ ഇതുപോലെ പിടിച്ചോണ്ടിരുന്നങ്ങ് മരിക്കണം. നമ്മുടെയും പ്രശ്നം എന്താ? 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം? നമ്മൾ പറയും 3 ദിവസം വലിയ കുഴപ്പമില്ല. ഈ ഭദ്രാസനത്തിൽ തന്നെ അച്ഛന്മാരാ, ഒന്നാമത്തേത് തിരക്കേടില്ല, രണ്ടാമത്തേത് ഒരൽപ്പം, മൂന്നാമത്തെ വന്ന് എന്തോ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് തന്നെ ഇങ്ങനെ നമ്മളൊരു മാർക്കിടും. പക്ഷേ പ്രസംഗിച്ച ഞാനും കേട്ട നിങ്ങളും അവനവൻ്റെ മുഖത്തേക്ക് ഈ വേദപുസ്തകം എടുത്തിട്ട് ചോദിക്കണം, ദൈവമേ, എന്ത് മാറ്റം ആത്യന്തികമായി എനിക്കുണ്ടായി? മദർ തെരേസയുടെ പിൻഗാമിയായ സിസ്റ്റർ നിർമ്മല മരിച്ചപ്പം മലയാള മനോരമയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തു, പേരിന് ജീവിതം കൊണ്ടൊരു നിർവചനം. പേരിന് ജീവിതം കൊണ്ടൊരു നിർവചനം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, ആരുടെ വിശ്വാസം? മർത്തോമാ ശ്ലീഹ ഒരു വിശ്വാസം പഠിപ്പിച്ചു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അത് രുചിച്ചറിഞ്ഞ, ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് അവർ ലോർഡ്. നമ്മുടെ ദൈവം എത്ര മനോഹരമായി നമ്മൾ വഴി നടത്തുമെന്ന് രുചിച്ചറിഞ്ഞ വിശ്വാസം ഏറ്റെടുക്കുവാൻ തക്കൊണ്ട് നമുക്കിടയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.